Hi everyone, welcome to another unit, active and passive voice. Where do we exactly use active and passive voice? Why active and passive voice matter a lot in our daily life? These are some fundamental questions I'd like to ask before we begin this session. Active voice refers to the process when we give importance to subject. At the same time, passive voice refers to the process where we give more importance to object. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സാഹചര്യങ്ങൾ ചെയ്ത ആൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ചെയ്ത ആൾക്ക് സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ആക്റ്റീവ് വോയിസ്. ഇനി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അതിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക പാസീവ് വോയിസ് ആണ്. ഓൾറൈറ്റ്, സോ ആക്റ്റീവ് വോയിസിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹി കോക്ട് എ ഫ്രോഗ്. അവനൊരു ഫ്രോഗിനെ പിടിച്ചു. അവിടെ ഫ്രോഗിനെ പിടിച്ച ആൾ ആരാണ് എന്നുള്ളത് നമ്മൾ വളരെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അവനാണ് പിടിച്ചത്. അപ്പൊ അത് ആക്റ്റീവ് വോയിസ് ആണ്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഈ ഫ്രോഗിനെ പിടിച്ച ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. ഫ്രോഗിനെ പിടിച്ച് നമ്മൾ അറിഞ്ഞാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാസീവ് വോയിസ്. അപ്പൊ എക്സാമ്പിൾ ഇങ്ങനെയാണ് വരിക: എ ഫ്രോഗ് വാസ് കോക്ട്. അത്ര മാത്രം. എ ഫ്രോഗ് വാസ് കോക്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പിടിച്ച ആളുടെ പേര് വളരെ ലെസ് ഇമ്പോർട്ടൻസോട് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എ ഫ്രോഗ് വാസ് കോക്ട് ബൈ ഹിം. ഓൾറൈറ്റ്, ബൈ ഹിം അതൊരു ഓപ്ഷണൽ ആണ്, നിർബന്ധമല്ല. അപ്പൊ ഇതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോ ആക്റ്റീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുക എവിടെയാണ്? ആക്റ്റീവ് വോയിസ്, വി യൂസ് ആക്റ്റീവ് വോയിസ് വെൻ വി ഗിവ് ഇമ്പോർട്ടൻസ് ടു സബ്ജക്ട്. നമുക്ക് എല്ലാവർക്കും സബ്ജക്റ്റ് എന്താ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. ഓൾറൈറ്റ്, ഇംഗ്ലീഷില് സബ്ജക്റ്റ്, ഇതെല്ലാം സബ്ജക്റ്റ് ആണ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ലാലേട്ടൻ, അല്ലേ, ഒരാളുടെ പേരല്ലേ. ഓക്കെ, ഇതെല്ലാം സബ്ജക്റ്റുകളാണ്. ആരാണോ കാര്യം ചെയ്യുന്നത് അയാൾക്കാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുക. ഓൾറൈറ്റ്, ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുക. സോ ഇവിടെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ നോക്കൂ. ഇപ്പൊ നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഐ അക്സെപ്റ്റഡ് യുവർ ഇൻവിറ്റേഷൻ. ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ക്ഷണം സ്വീകരിച്ച ആളാരാ? ഞാനാണ്. ക്ഷണം സ്വീകരിച്ച ആളാരാണ്? ഞാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐ അക്സെപ്റ്റഡ് യുവർ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇനി ഇത് എങ്ങനെ നമുക്ക് പാസീവ് വോയിസിൽ പറയാം? അതായത് ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ചു എന്ന് പറയുന്നതിന് പകരം നിന്റെ ക്ഷണം സ്വീകരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ നമ്മൾ ഈ ഐ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. അതിന് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് തരിക: യുവർ ഇൻവിറ്റേഷൻ വാസ് അക്സെപ്റ്റഡ്. ഓൾറൈറ്റ്, യുവർ, നമ്മൾ യുവർ എന്നുള്ള യുവർ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ആദ്യം കൊടുത്തു. കാണാലോ, യുവർ ഇൻവിറ്റേഷൻ അത് ആദ്യം കൊടുത്തു. അതാണ് ഇതിന്റെ ഈ ഒരു സെന്റൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, യുവർ ഇൻവിറ്റേഷൻ എന്നുള്ള ആദ്യം കൊടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ, കഴിഞ്ഞ ഒരു ടെൻസ് ആണ്. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പാസീവ് വോയിസിൽ വാസ് അല്ലെങ്കിൽ വേർ നമ്മൾ യൂസ് ചെയ്യണം. വാസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. വാസ് നമ്മൾ യൂസ് ചെയ്യുക ഒരാളാണെങ്കിൽ ഐ വാസ്. ഓക്കെ, ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, അവിടെ എല്ലാം നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. ഇനി എവിടെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യുക? വേർ എന്ന് പറഞ്ഞ രണ്ടും അർത്ഥം സെയിം ആണ്, ആയിരുന്നു എന്നാണ്. വേർ നമ്മൾ യൂസ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലാണ്. ഓൾറൈറ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ വേർ, വി വേർ, യു വേർ. യു എന്നുള്ള വാക്കിന് രണ്ട് അർത്ഥമുണ്ട്. നീ എന്നുള്ള അർത്ഥമുണ്ട്, നിങ്ങൾ എന്നുള്ള അർത്ഥം. യു ആർ ഓൾ സ്റ്റുഡൻസ്. അപ്പൊ യു എന്നുള്ള ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, പ്രൊനൗൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
അപ്പോ യു, ദേ, വി ഒന്നിന് കൂടുതലുള്ള ആരാണെങ്കിലും ശ്രീ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ അതെല്ലാം പ്ലൂറലാണ്, ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ. ഒന്നിൽ കൂടുതൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വേറാണ് യൂസ് ചെയ്യുക. എത്രയും മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ യുവർ ഇൻവിറ്റേഷൻ, നിന്റെ ഇൻവിറ്റേഷൻ എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ യുവർ ഇൻവിറ്റേഷൻ വാസ് എന്ന് കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റഡ്. ഓൾറൈറ്റ്, അക്സെപ്റ്റഡ് എന്നുള്ള ഓൾറെഡി അതിനകത്തുണ്ട്, സബ്ജക്റ്റിനുണ്ട്, നമ്മുടെ ആക്റ്റീവ് വോയിസിലുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആദ്യം ഒരു സെന്റൻസിന് ഏറ്റവും അവസാനത്തെ വാചകം, അതായത് ഒബ്ജക്റ്റ് ഫസ്റ്റ് വരും. പിന്നെ ആ ടെൻസ് ഏത് ടെൻസ് ആണോ, അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വാസ്, ഇവിടെ ഒരാളായതുകൊണ്ട് വാസ്, അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യും. ഇവിടെ ഒരാളായതുകൊണ്ട് വാസ് എന്ന് യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ V3 അക്സെപ്റ്റഡ് എന്നുള്ളത്, ഇത് ഇവിടെ V3 ആണ്. അക്സെപ്റ്റഡ്. ഓക്കെ, ഗോ, വെന്റ്, ഗോൺ ആണ് വേണ്ടത്. ടേക്ക്, ടുക്ക്, ടേക്കൺ ആണ് വേണ്ടത്. നമ്മൾ V3 ആണ് പാസീവ് വോയിസിൽ യൂസ് ചെയ്യുക. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാസീവ് വോയിസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ V3 ആണ് അതിൽ യൂസ് ചെയ്യാറുള്ളത്. ഓൾറൈറ്റ്, V2 അല്ല, V1. ഇനി എവിടെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. Where do we exactly use active voice? So we use active voice when we want to give importance to subject, the person who does the work. That is the only situation where we use active voice. Alright, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, ചെയ്ത ആൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യാം. When the subject is important. Second thing, for clear and direct communication, we also use active voice. If you want to communicate properly, if you want to convey your ideas with another person properly, you have to use active voice. If you use passive voice, it will create some sort of redundancy. All right, it will make the communication vague. So the best way to convey your idea is through active voice. ആക്റ്റീവ് വോയിസ് ആണ്. പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കോൺവെർസേഷനുകൾ, നോർമൽ ആയിട്ടുള്ള റൈറ്റിംഗിൽ, നമ്മുടെ നറേറ്റീവ് റൈറ്റിംഗ്, കഥകളൊക്കെ പറയുമ്പോൾ, സ്റ്റോറീസ്, പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, സ്പീച്ചസ് നടത്തുമ്പോൾ എല്ലാം നമ്മുടെ ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് ഇപ്പൊ ആക്റ്റീവ് വോയിസിന്റെ ഒരു യൂസേജ്, മനസ്സിലാക്കുക. ഇനി എവിടെയാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുക? നിങ്ങൾക്ക് ഡിജിറ്റൽ ബോർഡിൽ കാണുന്ന പോലെ തന്നെ when we want to give importance to the object or the result or the outcome, we use passive voice. അവിടെയാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുക. Alright, when the subject is unimportant, when the subject is unknown, we use passive voice. For example, പറയുകയാണെന്നുണ്ടെങ്കിൽ the documents were misplaced, my phone is stolen. അവിടെ ആര് കട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല, കട്ട ആൾക്ക് പ്രാധാന്യമില്ല. ഇപ്പൊ നിങ്ങളുടെ പേഴ്സ് കാണാതായി പോവാണ്, നിങ്ങളുടെ പൈസ കാണാതായി പോവാണ്, മിസ്സായി പോവാണ്, അത് ആരാ എടുത്തത് നിങ്ങൾക്ക് അറിയില്ല, കളഞ്ഞു പോയെന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയൂ. ഇപ്പൊ നിങ്ങൾ ലഞ്ചിന് പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പേഴ്സ്, നിങ്ങളുടെ വാലറ്റ് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ മൈ വാലറ്റ് വാസ് സ്റ്റോളൻ, അങ്ങനെ നിങ്ങൾ പറയാ, ആരെ കട്ടുണ്ടോ എന്ന് പറയാ. ഓൾറൈറ്റ്, ഇന്ന ആള്, കാരണം അവിടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യും. ഓൾറൈറ്റ്, പിന്നെ നമ്മുടെ വളരെ ഫോർമൽ ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള, അക്കാഡമിക് റൈറ്റിംഗിലെല്ലാം നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ റിസൾട്ടിന്, നമ്മുടെ ഒബ്ജക്റ്റിന്, നമ്മുടെ റെസിപ്പിയന്റിന്, ഓക്കെ, ചെയ്ത കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ഒരു സ്ട്രക്ചർ ആണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ ഡിജി ബോർഡിൽ കാണുന്ന പോലെ തന്നെ ആക്റ്റീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുക സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ്, അല്ലെ. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോൺ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ജോൺ took a pen. ജോൺ took a pen. ജോൺ took a pen. ഇവിടെ പെൻ എടുത്ത ആളാരാ? ജോൺ ആണ്, അല്ലെ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആയി.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ ദാ സബ്ജക്റ്റ് ജോൺ ആണ്, ചെയ്ത ആളാരാണ്, അതാണ് സബ്ജക്റ്റ്. ഇത്ര മനസ്സിലാക്കി. ഹി ate ബിരിയാണി, അവൻ ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ചത് ആരാ, അവനാണ്. അപ്പൊ അതാണ് സബ്ജക്റ്റ്, അവനാണ് സബ്ജക്റ്റ്. വളരെ വളരെ വ്യക്തമാണ്. റൈറ്റ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാണ്, ഇവിടെ ജോൺ ആണ് സബ്ജക്റ്റ്. രണ്ട്, ജോൺ എന്താണ് ചെയ്തത്, ജോൺ ഇവിടെ എടുക്കുകയാണ് ചെയ്തത്. ഓൾറൈറ്റ്, ജോൺ എടുത്തു. ജോൺ എന്താ എടുത്തത്, പെന്നാണ് എടുത്തത്. ജോൺ എടുത്തു. അപ്പൊ ടുക്ക് എന്നുള്ളത് ആണ് ഇവിടുത്തെ എടുക്കുക എന്നുള്ള ആ ഒരു ആക്ഷൻ, ആ ഒരു വേർബ്, ആ ഒരു പ്രവൃത്തിയാണ് ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഒബ്ജക്റ്റ്, ജോൺ എന്താണ് എടുത്തത്, ഒരു പെന്നാണ് എടുത്തത് അല്ലേ, അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ആക്റ്റീവ് വോയിസിൽ നമ്മൾ എഴുതുന്ന ഒരു സെന്റൻസ്. ഓൾറൈറ്റ്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ എന്ത് ചെയ്താണെന്നുണ്ടെങ്കിലും സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു സ്ട്രക്ചർ, ഈ മുകളിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഐ റോട്ട് എ ലെറ്റർ. ഐ സബ്ജക്റ്റ്, റോട്ട് വെർബ്, ലെറ്റർ ഒബ്ജക്റ്റ്. He came home. He subject, came verb, home object. So this is active voice. ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്, സാധാരണ നമ്മൾ പറയുന്ന ഒരു സെന്റൻസ്. ഇനി ഇതെങ്ങനെ നമുക്ക് പാസീവ് വോയിസിൽ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, a pen was taken by John. അപ്പോൾ നേരത്തെയുള്ള സെന്റൻസിൽ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഈ ഒരു സംഭവം, a pen, ഒബ്ജക്റ്റ്, അത് ഇവിടെ എന്തായി, സബ്ജക്റ്റ് ആയി അല്ലെ, അതിവിടെ സബ്ജക്റ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലോട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ്, അവസാനത്തെ വാചകം, അത് പാസീവ് വോയിസിൽ ഫസ്റ്റ് എഴുതുക. ഇവിടെ കണ്ടോ, എ പെൻ. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് കഴിഞ്ഞ കാര്യമാണ്. This is something that happened. So when you describe something that already has happened, there are certain auxiliary verbs you have to use. Only two, was or were. Was and were, but we have already explained. Since പെന്ന് എന്നുള്ളത് ഒരു സംഭവമാണ് അല്ലെ, ഒരു കാര്യമാണ്. പെന്ന് ഒരു പെന്നാണ്, ഒന്നിന് കൂടുതൽ പെന്ന് പറഞ്ഞിട്ടില്ല, ഒരു പെന്നുള്ളൂ. അപ്പൊ ഒരു പെന്നായതുകൊണ്ട് എ പെൻ വാസ് ടേക്കൺ. A pen was taken. ഓക്കെ, കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അതിൽ ഒരാളായതുകൊണ്ട് ഒരു കാര്യം ആയതുകൊണ്ട് വാസ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ രണ്ട് പെന്നാണെങ്കിലോ, ടു പെൻസ് ആണെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ ടു പെൻസ് വേർ എന്ന് കൊടുക്കണം. ഇവിടെ ഒരു പെൻ ആയതുകൊണ്ട് എ പെൻ വാസ്. ഇത് ഞാൻ പറഞ്ഞു, പാസീവ് വോയിസിൽ എല്ലാം V3 ആണ്. പാസീവ് വോയിസിൽ നിങ്ങൾ ഏത് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാസീവ് വോയിസിൽ V3 ആണ് തരിക. അപ്പൊ ഇവിടെ എന്താ വരിക, ടുക്ക് എന്നാണിരുന്നു ആക്റ്റീവ് വോയിസിൽ ഉണ്ടായിരുന്നത്, ഇവിടെ എന്ത് വന്നു, ടേക്കൺ എന്നായി, V3 ആണ്. ഓക്കെ. പിന്നെ ഈ ബൈ ജോൺ എന്നുള്ളത് അതൊരു ഓപ്ഷണലാണ്, അത് നിർബന്ധമില്ല പാസീവ് വോയിസിൽ. ഓക്കെ, അത് നിർബന്ധമില്ല. ഓക്കെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ അപ്രീഷിയേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത്, ദിസ് പോം വാസ് എ വണ്ടർഫുൾ പോം റിട്ടൺ ബൈ ജെയിൻ ഷേർലി. അപ്പൊ അത് പറയുന്നതിന് പകരം ജെയിൻ ഷേർലി റോട്ട് ദ പോം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ എഴുതിയ ആൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു പോമിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, എ പെൻ വാസ് ടേക്കൺ ബൈ ജോൺ. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ മറക്കരുത്. ആക്റ്റീവ് വോയിസിൽ സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്ട് നിങ്ങൾക്ക് അറിയാം, അയ്യുദേവി, ചെയ്യുന്ന ആൾ. വെർബ് അയാൾ ചെയ്ത പ്രവൃത്തി, ഓക്കെ, ആക്ഷൻ. ടേക്ക്, ടുക്ക്, ടേക്ക്, ഗോ, സിറ്റ്, ഈ സംഭവങ്ങളൊക്കെയാണ്. ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, എന്തിനെ അത് ബന്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം. അതാണ് ആക്റ്റീവ് വോയിസിന്റെ ഒരു സ്ട്രക്ചർ, ഘടന. പാസീവ് വോയിസിലാകുമ്പോൾ ഈ ആക്റ്റീവ് വോയിസിന്റെ അവസാനത്തെ വാചകം പാസീവ് വോയിസിൽ സബ്ജക്റ്റാണ്, ഫസ്റ്റ് വരും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ എ പെൻ, അതാണ് ഫസ്റ്റ് വരുന്നത്. അത് ആക്റ്റീവ് വോയിസിൽ ഏറ്റവും അവസാനമായിരുന്നു, അത് ഫസ്റ്റ് വരും. ഇത് കഴിഞ്ഞ കാര്യമാണ് അല്ലെ, കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു ടെൻസ് നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾ പഠിച്ചതാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓക്സിലറി വെർബ്സ് ആണ് വരിക, വാസ്, വേർ. ഇവിടെ എ പെൻ എന്നുള്ളത് ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളിവിടെ വാസ് എന്ന് കൊടുക്കും. ഇനി ഇവിടെ രണ്ട് പെന്നുകളുണ്ട്, നിങ്ങൾ വേർ എന്നാണ് കൊടുക്കുക.
അപ്പൊ ഈ പെൻ വാസ് ടേക്കൺ ബൈ ജോൺ. ഓക്കെ, ഇനി ഓരോ ടെൻസിലും നമ്മൾ എങ്ങനെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് ആക്കാം എന്നുള്ളതാണ് വളരെ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ കാര്യം എന്ത് പറയുകയാണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ വെന്റ് ഹോം യെസ്റ്റർഡേ, ഐ ടുക്ക് എ ബാത്ത് യെസ്റ്റർഡേ, I called him yesterday. He called me yesterday. I woke him in the morning today. I went to Ooty in the early morning today. ഇതെല്ലാം സിമ്പിൾ പാസ്റ്റ് ആണ്. കഴിഞ്ഞ കാര്യം എന്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം സബ്ജക്റ്റ്, ഓക്കെ, പിന്നെ V2 ആണ്. അപ്പൊ നിങ്ങൾക്ക് V1 V2 V3 അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാം സ്കൂളുകളൊക്കെ പഠിച്ചൊരു കാര്യമാണ് V1 V2 V3, വേർബ് 1 വേർബ് 2 വേർബ് 3. ഈ വേർബ് 1 V1 എന്ന് പറഞ്ഞ വളരെ ബേസ് ആയിട്ടുള്ള വേർബാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇവിടെ എഴുതി തരികയാണ്. V1 V2 V3 നിങ്ങളെല്ലാം പഠിച്ചതാണ് ഇത്. അപ്പൊ ഇവിടെ നോക്കൂ, V1 നിങ്ങൾ ബേസ് ഫോമാണ്. അത് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് V1. ഫോർ എക്സാമ്പിൾ ഫിനിഷ് എന്നുള്ള വേർഡ്, ഇതൊരു V1 ആണ് അല്ലേ, ഫിനിഷ്. അപ്പൊ V1 വരുന്ന എല്ലാ വാക്കുകൾക്കും നിങ്ങൾക്ക് ഒരു അർത്ഥം കൊടുക്കാൻ പറ്റും. ചെയ്യുക, ഈ ഒരു അർത്ഥമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫിനിഷ്, പൂർത്തിയാക്കുക. വോക്ക്, എന്താർത്ഥം വരിക? നടക്കുക. ഞാൻ പറഞ്ഞല്ലോ, V1 വരുന്ന എല്ലാ വാക്കുകൾക്കും നിങ്ങൾ ഈ ഒരു മീനിങ് കൊടുത്താൽ മതി, ചെയ്യുക. അപ്പൊ ഫിനിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, വോക്ക് നടക്കുക. ഓൾറൈറ്റ്, ജംപ് ചാടുക, ഗ ഗ ഗ ഗ ഇങ്ങനെ വരും V1 വരുന്ന എല്ലാ വാക്കുകൾക്കും. V2 നിങ്ങൾ പാസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, പാസ്റ്റ്. ഓക്കെ, അപ്പൊ ഫിനിഷ് എന്നുള്ളത് പൂർത്തിയാക്കുക എന്നാണ്. പൂർത്തിയാക്കി എന്നാകുമ്പോൾ ഫിനിഷ്ഡ് എന്നാണ് വരിക, ഫിനിഷ്ഡ്. ഓൾറൈറ്റ്, ഇനി V3 എന്താ വരിക? V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും പാസ്റ്റ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഈ ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ വരുന്ന സമയത്ത് അതിന് ശേഷമാണ് നിങ്ങൾ V3 യൂസ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഏരിയാസ് ഉണ്ട്. എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ V3 യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഐ ഹാവ് ഗോൺ, ഹി ഹാഡ് റിട്ടേൺ. അപ്പൊ ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങൾ V3 യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ ഒന്നാമത്തെ കോളത്തിന് നിങ്ങൾ കൊടുക്കേണ്ട അർത്ഥം ചെയ്യുക. രണ്ടാമത്തെ കോളത്തിനും V2ക്കും V3ക്കും നിങ്ങൾ കൊടുക്കേണ്ട അർത്ഥം ചെയ്തു, ചെയ്തു. പൂർത്തിയാക്കുക, പൂർത്തിയാക്കി, പൂർത്തിയാക്കി. നടക്കുക, നടന്നു, നടന്നു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ V1 V2 V3 ഈ 3 കോളത്തിൽ എഴുതിയിട്ടുള്ള ഈ 2 വാക്കുകളും റെഗുലർ വേർബുകളാണ്. കാരണം അതിന് V2 V3 കിട്ടാൻ വേണ്ടി നമ്മളൊരു ED ചേർത്ത് കൊടുത്തു അല്ലെ, ഇവിടെ ഒരു ED ചേർത്ത് കൊടുത്തു. പക്ഷെ എല്ലാ വേർഡ്സിനും അങ്ങനെ ED ചേർത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം റെഗുലർ വേർബ്സ് ആയതുകൊണ്ടാണ്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് നമ്മൾ ഇറഗുലർ വേർബ്സ് ആണ്. ഇറഗുലർ വേർബ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. പല ആളുകളും ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കറിയാം ഇറഗുലർ വേർബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ED ചേർത്ത് കൊടുക്കാൻ പറ്റാത്ത വാക്കുകളാണ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന വേണം. യു ഹാവ് ടു മഗ് ഇറ്റ് അപ്പ്. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. ഇവിടെ നോക്കൂ, നിങ്ങൾ ടേക്ക്, ടേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എടുക്കുക എന്നാണ് അല്ലെ, എടുക്കുക. ചെയ്യുക എന്നുള്ള ഇന്നർ മീനിങ് മനസ്സിലാക്കരുത്, എടുക്കുക. V2 എന്താ വരിക? ടുക്ക്, എടുത്തു എന്നാണ് വരിക. V3 ടേക്കൺ, ടേക്കൺ.
ഓക്കെ, ടേക്ക്ഡ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ടുക്ക് എന്നാണ് പറഞ്ഞത്. V3 നിങ്ങൾ ടേക്കൺ എന്നാണ് പറഞ്ഞത്. ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ മനപ്പാഠം പഠിക്കാൻ വേണം. അതുപോലെ തന്നെ മറ്റൊരു വേർഡ് റൈറ്റ്, എഴുതുക അല്ലേ, എഴുതുന്ന എങ്ങനെ പറയാ? റൈറ്റഡ് എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ലോജിക്കാണെങ്കിൽ ഇല്ല. കാരണം ഇത് ഇറഗുലർ വേർബാണ്, നിങ്ങൾ പഠിക്കാൻ വേണം. റോട്ട്, എഴുതി എന്ന് പറയണമെങ്കിൽ റോട്ട് എന്ന് വേണം. V3 റിട്ടേൺ. മനസ്സിലായല്ലോ? അപ്പോ ഇത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പഠിച്ചിരിക്കണം ഈ V1, V2, V3 എന്നുള്ളത്. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ സബ്ജക്റ്റ്, അതായത് അത് ചെയ്ത അയാൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം പറയണം. അത് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് നമ്മൾ V2 ചേർക്കും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. പിന്നെ ഒബ്ജക്റ്റ് എന്തിനോടാണ് ബന്ധിപ്പിക്കുന്ന കാര്യം. ഇവിടെ നോക്കൂ, ഷീ റോട്ട് എ ലെറ്റർ. കണ്ടോ, ഷീ റോട്ട് എ ലെറ്റർ. അവളൊരു കത്ത് എഴുതി. ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്, ഇതൊരു സിമ്പിൾ പാസ്റ്റും കൂടെയാണ്, കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കൂ, ദേ ക്ലീൻഡ് ദ റൂം. അതുപോലെ ഹീ ബോട്ട് എ കാർ. അവനൊരു കാർ വാങ്ങി. ഇതെല്ലാം ആക്റ്റീവ് വോയിസ് ആണ് എന്ന് മാത്രമല്ല, ഇതെല്ലാം സിമ്പിൾ പാസ്റ്റും കൂടെയാണ്, കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഷീ റോട്ട് എ ലെറ്റർ എന്നുള്ളത് പാസീവ് വോയിസിലോട്ട് നമ്മൾ എങ്ങനെയാണ് ആക്കുക? അതായത് ഷീ എന്നുള്ള ആൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പറയണമെന്നില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇത് പാസീവ് വോയിസിലോട്ട് മാറ്റുക? എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹർ. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹർ. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹർ. കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ഈ എ ലെറ്റർ അത് നമ്മൾ ആദ്യം കൊടുത്തു. ആക്റ്റീവ് വോയിസിൽ അവസാനത്തെ വേർഡ് ഫസ്റ്റ് കൊടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ കൊടുക്കണം. ഇവിടെ ലെറ്റർ എന്നുള്ളത് ഒന്നേ ഉള്ളൂ, ലെറ്റേഴ്സ് എന്നില്ല. അതുകൊണ്ട് നമ്മൾ വാസ് എന്ന് കൊടുത്തു. ഒരാളാകുമ്പോൾ നമ്മൾ വാസ് എന്ന് കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞു പാസീവ് വോയിസിലെല്ലാം V3 ആണ് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക് ഉണ്ടല്ലോ, V1, V2, V3. റൈറ്റ്, റോട്ട്, റിട്ടേൺ V3 ആണ്. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ V3 കൊടുത്തു. പിന്നെ ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് ബൈ ഹെർ എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കൂ നിങ്ങൾ. They cleaned the room. അവര് ആ റൂം ക്ലീൻ ചെയ്തു. അതെങ്ങനെ നമ്മൾ പറയും? ദ റൂം എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, പിന്നെ കണ്ടല്ലോ, പിന്നെ ഇത് റൂം എന്നുള്ളത് ഒരു റൂമാണല്ലേ, ഒരു റൂമാണ്, റൂംസ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വാസ് എന്ന് കൊടുത്തു, കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് സിമ്പിൾ പാസ്റ്റുമാണ്. പിന്നെ V3 ക്ലീൻഡ്. ഓക്കെ, ക്ലീൻഡ്. മൂന്നാമത്തെ ക്ലീൻഡ് ആണ് വരിക. അതുകൊണ്ട് നമ്മൾ ക്ലീൻഡ് എന്ന് കൊടുത്തു, V3 കൊടുത്തു. പിന്നെ ബൈ ദം, അത് നിങ്ങൾക്ക് അറിയാം, ദേ ദം എന്നാണ് വരിക പാസീവ് വോയിസിൽ എഴുതുമ്പോൾ. ഐ എന്നുള്ളത് മീ എന്നാണ് വരിക. യു എന്നുള്ളത് യു എന്നാണ് വരിക. ഹി എന്നുള്ളത് ഹിം എന്ന് വരും. ഷീ എന്നുള്ളത് ഹെർ എന്നാണ് വരിക. അത് നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു സെന്റൻസ് നോക്കൂ. ഹി ബോട്ട് എ കാർ. അതെങ്ങനെ നമുക്ക് എഴുതാം? എ കാർ വാസ് ബോട്ട് ബൈ ഹിം. A car was bought by him. ഓക്കെ, കാർ നമ്മൾ ആദ്യം കൊടുത്തു. ഈ സെന്റൻസിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് കാര്യം അല്ലേ, കാർ നമ്മൾ ആദ്യം കൊടുത്തു. പിന്നെ കാർ ഒരു കാർ ആയതുകൊണ്ട് നമ്മൾ വാസ് എന്ന് കൊടുക്കുന്നു. പിന്നെ V3 ബൈ ബോട്ട്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു അല്ലേ. അപ്പോൾ എ കാർ വാസ് ബോട്ട് എന്ന് പറഞ്ഞു. പിന്നെ ബൈ ഹിം നമ്മൾ ചേർക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇതാണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുക. അപ്പോൾ when you learn active and passive voice, there is one particular thing you have to keep in your mind. When it comes to perfect continuous, be it
past perfect continuous or present perfect continuous or future perfect continuous, you need not change into passive voice. The passive voice version is not possible. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, അതായത് ഐ ഹാഡ് ബീൻ ഡൂയിങ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, ഐ ഹാവ് ബീൻ ഡൂയിങ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ്. ഇതിനൊന്നും പാസീവ് വോയിസ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് പോസിബിൾ അല്ല, നമ്മൾ പറയാറുമില്ല. ഓക്കെ. അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂവസ്, ഐ വിൽ ബി ഗോയിങ് എന്നുള്ളത് നമ്മൾ പാസീവ് വോയിസിലോട്ട് അങ്ങനെ യൂസ് ചെയ്യാറുമില്ല. ഓക്കെ, അത് ചെയ്യാൻ പറ്റും, പക്ഷെ അത് നമ്മളത് ചെയ്യാറില്ല. ഓക്കെ, അതിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസന്റിൽ എങ്ങനെ നമുക്ക് ഇനി പാസീവ് വോയിസിലോട്ട് മാറ്റാം എന്നുള്ളതാണ്. സിമ്പിൾ പ്രസന്റ് നിങ്ങൾക്ക് അറിയാം, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കണ്ടംപററി ആയിട്ട് ഇപ്പൊ പ്രസന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പറയുന്ന മൊമെന്റിൽ നടക്കുന്ന കാര്യമല്ല, അത് പ്രസന്റ് കണ്ടിന്യൂവസ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ കൊടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ എങ്ങനെ പാസീവ് വോയിസിലോട്ട് ആക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഷീ റൈറ്റ്സ് എ ലെറ്റർ, ഷീ റൈറ്റ്സ് എ ലെറ്റർ നിങ്ങൾ ഒരു സെന്റൻസ് കാണാണ്. അപ്പൊ എല്ലാത്തിലും നമ്മൾ പറയുന്ന അതേ റൂളാണ് ഫസ്റ്റ് വരുന്നത്. എന്താണ് ആ റൂള്? നിങ്ങൾ ആദ്യം ഈ ലെറ്റർ എന്നുള്ളത് ഫസ്റ്റ് എഴുതുന്നു അല്ലേ. ഫസ്റ്റ് എഴുതി. ഇപ്പൊ ലെറ്റർ എന്നുള്ളത് ഒരാളാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ടെൻസ് ഏതാ നോക്കണം. ഇവിടെ റോട്ട് എന്നല്ല, ഇവിടെ റൈറ്റ്സ് എന്നാണ്. റൈറ്റ്സ് ഇത് പ്രസന്റ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മള് കത്ത് എഴുതാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കത്ത് ഒരാളായതുകൊണ്ട്, ഐ മീൻ ഒരു കാര്യമായതുകൊണ്ട്, ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഈസ് എന്ന് കൊടുക്കുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ അവള് കത്ത് എഴുതുക എന്നുള്ളതിന്റെ ഇവിടെ V1 ആണ് അല്ലെ. അത് നിങ്ങൾ പാസീവ് വോയിസിൽ V3 ആക്കണം. അപ്പൊ V3 അത് എല്ലായിടത്തും സെയിം ആണ്. ഇപ്പൊ ഇവിടെയും സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലും ഏത് ടെൻസ് ആണെന്നുണ്ടെങ്കിലും V3 ആണ് പാസീവ് വോയിസിൽ നിങ്ങൾ എഴുതുന്നത്. അപ്പൊ റൈറ്റ്സ് എന്നുള്ളത് റിട്ടേൺ, V3 എഴുതി. ഓക്കെ, ലെറ്റർ ഈസ് റിട്ടേൺ. പിന്നെ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങളുടെ സെന്റൻസ് കറക്റ്റ് ആയി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് ബൈ ഹെർ എന്നുള്ള കൊടുക്കാവുന്നതാണ്. ഓക്കെ, ബൈ ഹെർ എന്നുള്ള കൊടുക്കാവുന്നതാണ്. അടുത്ത സെന്റൻസ്, they clean the room, they clean the room. ഓക്കെ, they clean the room. അവരുടെ റൂം വൃത്തിയാക്കാറുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അതെങ്ങനെ നിങ്ങൾ പാസീവ് വോയിസിലോട്ട് ആക്കും? അപ്പൊ നിങ്ങൾ ദ റൂം എന്നുള്ള ആദ്യം കൊടുക്കുന്നു. ദ റൂം എന്നുള്ള ആദ്യം നിങ്ങൾ കൊടുക്കുന്നു. ദ റൂം, പിന്നെ റൂം എന്നുള്ളത് ഒന്നാണല്ലോ. അപ്പൊ ഒന്നാകുമ്പോൾ നിങ്ങൾ ഈസാണ് കൊടുക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ റൂമുകൾ ഉണ്ടെങ്കിൽ 6 കൊടുക്കേണ്ടത്. ഓക്കെ, റൂംസ് ഒത്തിരി റൂംസ് ഉണ്ടെങ്കിൽ 6 കൊടുക്കാം. ഇവിടെ ഒരു റൂമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ദം. ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ദം എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തൊരു സെന്റൻസ് ആണ്, ഹി റീഡ്സ് എ ബുക്ക്. ഹി റീഡ്സ് എ ബുക്ക്. ഹി റീഡ്സ് എ ബുക്ക്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നെങ്കിലും നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് കാണുമ്പോൾ ഈ എസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കാണും, അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ട് ED ഒന്നും ഇല്ലാത്തൊരു വേർഡ് നിങ്ങൾ കാണും. അപ്പൊ അതിന് ഉറപ്പിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതെങ്ങനെ പാസീവ് വോയിസിലോട്ട് ആക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ വരേണ്ട 3 കാര്യങ്ങൾ. ഒന്നല്ല, അതിന്റെ ഫോർമാറ്റ് പോലെ അവസാനത്തെ കാര്യം ഫസ്റ്റ് എഴുതുന്നു. പിന്നെ ഇത് പ്രസന്റ് ആക്കുമ്പോൾ നിങ്ങൾ ഈസ്, ആം, ആറാണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ ഒരാളാണെങ്കിൽ ഈസ് യൂസ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ 6 യൂസ് ചെയ്യണം. ആം ഒരാളെ കൂടെ മാത്രമേ പോകുള്ളൂ. അതാരാണ്? ഐ ആണ്. ഐന്റെ വൈഫ് ആണ് ശരിക്കും ആം. ഐ വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല ആമിനെ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹി റീഡ്സ് എ ബുക്ക്. എ ബുക്ക് ഈസ് റെഡ് ബൈ. എ ബുക്ക് ഈസ് റെഡ് ബൈ. ഓക്കെ, ഇനി നോക്കൂ. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സിമ്പിൾ ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, വരാൻ പോകുന്ന കാര്യങ്ങളാണ്.
ഓൾറൈറ്റ്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റും എന്നുള്ളതാണ്. ഇപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഐ വിൽ ടേക്ക് എ പെൻ, ഞാനൊരു പെൻ എടുക്കും. ഹി വിൽ ടേക്ക് എ പെൻ, അവനൊരു പെൻ എടുക്കും. ഹി വിൽ ബ്രിങ് ഹിസ് ലഞ്ച് ബോക്സ്, അവൻ അവന്റെ ലഞ്ച് ബോക്സ് കൊണ്ടുവരും. ഇതെല്ലാം സിമ്പിൾ ഫ്യൂച്ചറാണ്. സിമ്പിൾ, ഓക്കെ, നമ്മൾ വരാൻ പോണ കാര്യങ്ങൾ പറയും. ഇതെല്ലാം നമ്മൾ എങ്ങനെ പാസീവ് വോയിസിലോട്ട് ആക്കുന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെച്ചാൽ മതി. വിൽ ബി എന്ന് പറയുന്ന ഒരു വേർഡ്, അത് നിങ്ങൾ V3, അത് നിങ്ങൾ പാസീവ് വോയിസിൽ ആഡ് ചെയ്താൽ മതി. വേറെ ഒന്നും മാറ്റാനില്ല. ഓക്കെ, വേറെ പഴയ പോലെ തന്നെയാണ് സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. പിന്നെ വിൽ ബി മാത്രം നിങ്ങൾ അടുത്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതും. അതെങ്ങനെ നമ്മൾ അവൾ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് പാസീവ് വോയിസിൽ പറയും? എ ലെറ്റർ. കണ്ടോ, ലെറ്റർ നമ്മൾ എല്ലാ സെൻസിലും ചെയ്യുന്ന പോലെ പാസീവ് വോയിസിൽ എന്ത് ചെയ്യും? ഈ അവസാനത്തെ വേർഡ് ആദ്യം എടുത്തെഴുതും, എ ലെറ്റർ. പിന്നെ ഇവിടെ ഇത് വില്ല് വന്നത് കൊണ്ട്, വില്ല് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വിൽ എന്ന് പറയുന്നത് അത് വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിൽ ആയതുകൊണ്ട് നമ്മൾ വില്ലിന് ശേഷം വില്ല് വന്നത് കൊണ്ട് നമ്മൾ വിൽ ബി എന്ന് കൊടുക്കും. വിൽ ബി ഓൾറൈറ്റ്, വിൽ ബി റിട്ടേൺ ബൈ ഹെർ. വിൽ ബി റിട്ടേൺ ബൈ ഹെർ. അപ്പൊ നിങ്ങൾ ആകെ ഒരു വ്യത്യാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു വിൽ ബി മാത്രമേ ആഡ് ചെയ്തു. റിട്ടേൺ അത് V3 ആണ്. എല്ലാ പാസീവ് വോയിസിലും ഇത് വരും. അതുപോലെ എ ലെറ്റർ, അത് ആ സെന്റൻസിന്റെ അവസാന ഭാഗമാണ്, ഒബ്ജക്റ്റ് ആണ്. അത് ഫസ്റ്റ് ഇവിടെ വന്നു, സബ്ജക്റ്റ് ആയിട്ട് വന്നു. അതെല്ലാം വളരെ കോമൺ ആണ്, എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിൽ ബി മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ, മാത്രം ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾ വില്ല് കാണുകയാണെങ്കിൽ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നോർമൽ ചെയ്യുന്ന പോലെ ആ ആക്റ്റീവ് വോയിസിന്റെ അവസാനത്തെ വേർഡ് ഫസ്റ്റ് എഴുതുന്നു. പിന്നെ വില്ല് കണ്ടതുകൊണ്ട് വിൽ ബി നിങ്ങൾ എഴുതുന്നു. പിന്നെ അതിന്റെ എഴുതിയ ആള് V3 നിങ്ങൾ കൊടുക്കണം, എല്ലാ പാസീവ് വോയിസും പോലെ. പിന്നെ അത് ചെയ്ത ആള് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ, ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ അത് ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും എ ലെറ്റർ വിൽ ബി റിട്ടേൺ, ആ ലെറ്റർ എഴുതിയിരിക്കും എന്ന് മതി. ഓക്കെ, ഇവിടെ ആ ലെറ്റർ അവള് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ബൈ ഹെർ എന്നുള്ളത് ഒരു ഓപ്ഷണൽ ആണെന്നുള്ളത് മനസ്സിലാക്കി. അടുത്ത സെന്റൻസ്, ദേ വിൽ ക്ലീൻ ദ റൂം. ദേ വിൽ ക്ലീൻ ദ റൂം, അവര് റൂം വൃത്തിയാക്കും. ദേ വിൽ ക്ലീൻ ദ റൂം. അത് നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് ആക്കുക? ദ റൂം. ഓക്കെ, റൂം വിൽ ബി ക്ലീൻഡ്. റൂം എന്ത് ചെയ്യും? വൃത്തിയാക്കിയിരിക്കും. ഓക്കെ, അതാണ് പാസീവ് വോയിസ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു വിൽ ബി എന്നുള്ളത് നിങ്ങൾ ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. പിന്നെ എടുത്തെഴുതി.